ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഇല്ല കേട്ടോ. കാരണം അത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ടൈം സോണിൻ്റെ കീഴേ, കർത്താവ് ടൈം സോണിൻ്റെ എബോവോ. അപ്പോൾ കർത്താവ് എപ്പോഴും കാണുന്നത് എല്ലാം പാസ്റ്റായിട്ടാണ്. ഈവൻ ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ പോലും കർത്താവിനെ സംബന്ധിച്ചോളം പാസ്റ്റാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് പരിഭ്രമിക്കില്ലെന്ന് പറഞ്ഞു. കാരണം കർത്താവിനറിയാം നമ്മൾ അതിൽ കൂടെ കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് കർത്താവ് അതിനകത്ത് വെൽ പ്രിപ്പയർഡാണ്. അന്നേരം നമ്മളെ എങ്ങനെ സഹായിക്കണം എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഇത് നമ്മുടെ ഉറപ്പിന് വിട്ടാണ്, നമ്മുടെ ധൈര്യത്തിന് വിട്ടാണ്, നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും കർത്താവ് മാറി കൈകെട്ടി നിൽക്കത്തില്ല കേട്ടോ. അതിനെക്കുറിച്ചുള്ള എക്സാമ്പിൾസ് ഞാൻ കുറേ വരുന്ന എപ്പിസോഡ്സിൽ തരാം. ഞാനിപ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുന്നതും എന്നെക്കൊണ്ട് ഇത് അനൗൺസ് പബ്ലിഷ് ചെയ്യിച്ചതും ഇതേ പ്രയാസത്തിൽ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന അനേകർക്ക് ബലപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ കർത്താവിനെ കൈവിട്ടു എന്ന് പറയുന്നതിന് പകരം ഇത് കർത്താവ് അറിയാതെയുമല്ല അനുവദിക്കാതെയുമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇത് എൻ്റെ ആത്മീയ അനുഗ്രഹത്തിനാണ്, വർധനവിനാണ്. അപ്പോൾ തന്നെ എനിക്ക് ഭൗതികമായിട്ട് അതിനകത്ത് സൊല്യൂഷനുമുണ്ട്. ഉറച്ചു, ധൈര്യമായിട്ട് ഉറച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിക്കില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതുപോലെ റോമൻസ് 4:17 വാചനമാണ്. ഞാൻ അതോടൊന്ന് വായിക്കാം. ദാറ്റ് ഈസ് വാട്ട് ദ സ്ക്രിപ്ചർ മീൻ വെൻ ഗോഡ് ടോൾഡ് ഹിം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ വചനം ഉദ്ദേശിച്ചത്, ഐ ഹാവ് മേഡ് യു ദ ഫാദർ ഓഫ് മെനി നേഷൻസ്. ഞാൻ നിന്നെ അനേക രാജ്യങ്ങൾക്ക് പിതാവാക്കിയിരിക്കുന്നത്. എവിടാ? അബ്രഹാമിന് 75-ാമത്തെ വയസ്സിൽ കൊടുത്ത വാഗ്ദാനോ. അന്ന് അബ്രഹാമിന്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ല. പക്ഷെ കർത്താവ് പറയാ, ഞാൻ നിന്നെ അനേക രാജ്യങ്ങൾക്ക് പിതാവാക്കിയിരിക്കുന്നു, ആക്കുമെന്നല്ല. കർത്താവിനെ സംബന്ധിച്ചോളം പാസ്റ്റ് ഇല്ല, പ്രസന്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല. നമ്മൾ ഫ്യൂച്ചർ എന്ന് കഴിയുന്ന പോലെ കർത്താവിനെ സംബന്ധിച്ച് പാസ്റ്റാണ്. കാരണം കർത്താവ് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ പോകും. ഇത് ഒന്നുകൂടി എനിക്ക് ഉറപ്പിക്കാനായിട്ട് പരിശുദ്ധമായിരിക്കും എക്സാമ്പിൾ. കാരണം നമ്മുടെ പൊട്ട ബുദ്ധിയിൽ നിന്ന് പിടികിട്ടണം. പരിശുദ്ധരുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മോസ്റ്റ് ത്രില്ലിങ് സസ്പെൻസ് ക്രൈം ത്രില്ലർ നീ വായിക്കുക. അതിൻ്റെ ഓർഡർ നിൻ്റെ അടുത്തിരിപ്പെടുന്ന വിചാരിക്കും. ഓരോ പേജും വായിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സെല്ലറാണെന്ന് വിചാരിക്കുക. അതുപോലെ സസ്പെൻസ് ത്രില്ലർ. ഓരോ പേജ് വായിക്കും നീ നിന്റെ കാലിൻ്റെ കാല് വെക്കുന്നു, ഇങ്ങോട്ട് തിരി, അങ്ങോട്ട് ഞെളിവിരി കൊള്ളുന്നു. ഇനി അടുത്ത പേജിലെന്താ, അടുത്ത പേജിലെന്താ. ഈ മനുഷ്യന് വല്ല കുലുക്കമുണ്ടോ? ഈ ഓർഡർ എടുത്തിട്ടുണ്ട്. ഈ മനുഷ്യന് വല്ല കുലുക്കമുണ്ടോ? ഈ മനുഷ്യനറിയാം ആദ്യത്തെ പേജ് എന്താണെന്നറിയാം, അവസാനം ഇത് എങ്ങനെയുണ്ട് എൻഡ് ചെയ്യുന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം ഇത് എഴുതിയത്. അദ്ദേഹം ഇനി ഇത് വായിച്ചിട്ട് അദ്ദേഹം ഇനി ഈ ബുക്ക് വീണ്ടും വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ വായിച്ച് കേൾപ്പിക്കുകയാണല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവുമോ? അതോ ആങ്സൈറ്റി ഉണ്ടാവുമോ? അതിനുണ്ടാകുന്ന കാര്യം എന്താ? ആദ്യം തന്നെ അദ്ദേഹത്തിന് അറിയാം അവസാനം എന്താ സംഭവിക്കുന്നുള്ളത്. ആദ്യത്തെ പേജിലുള്ളതും ഇടയ്ക്കത്തെ പേജിലുള്ളതും അവസാനത്തെ പേജിലുള്ളതും എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് നമുക്ക് ഇനി അദ്ദേഹത്തെ ടെൻഷൻ അടിപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് അങ്ങ് ടെൻഷൻ അടിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ അതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അബ്രഹാമിനോട് ഐ ഹാവ് മെയ്ഡ് യു ദ ഫാദർ ഓഫ് മെനി നേഷൻസ്. ഞാൻ നിന്നെ അനേക രാജ്യങ്ങൾക്ക് പിതാവാക്കിയിരിക്കുന്നു. ഒന്നും നടന്നിട്ടില്ല, പ്രായമെല്ലാം കഴിഞ്ഞു. അന്നേരമാണ് ഒരു വാഗ്ദാനം. ജസ്റ്റ് ഇമാജിൻ. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവം അശക്തനല്ല. Our God is all powerful, almighty God. ഒന്നും അസാധ്യമല്ല, ഒന്നും. നമ്മുടെ അവസ്ഥ മെഡിക്കൽ സയൻസ് പ്രകാരം ഏതവസ്ഥയിലും ആയിക്കോട്ടെ, ഏതവസ്ഥയിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കണം. അൺബിലീവബിൾ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ റിലേറ്റീവ് ഉണ്ട്, പീറ്റർ ഊട്ടി. അദ്ദേഹം എയർഫോഴ്സിലായിരുന്നു, അവിടുന്ന് റിട്ടയർ ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് മോണി. അദ്ദേഹത്തിന് 32 വയസ്സുള്ളപ്പോൾ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഹെപ്പറ്റൈറ്റിസ് ബി വന്നു. അദ്ദേഹത്തിൻ്റെ ആ വൈറസിൻ്റെ കൗണ്ട് എത്രയാണ്? 1 മില്ലിഗ്രാം ബ്ലഡിൽ 4 കോടി വൈറസ്. 4 കോടി. അതിൻ്റെ അളവ്, അനുവദനീയമായ അളവെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. എനിക്ക് 100 താഴെ 50 താഴേക്ക് എത്തും. ലക്ഷം 4 കോടി വൈറസ്. ഡോക്ടർ പറഞ്ഞാൽ ഇതുപോലത്തെ കണ്ടിട്ടേ.
ഒന്നാമത് ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ ഇത് അതിൻ്റെയൊക്കെ അങ്ങ് കൂടിയ സാധനം. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ചാൻസ് എന്ന് പറഞ്ഞാൽ 0.01%. 0.01%. അദ്ദേഹം കർത്താവിൽ ആശ്രയിച്ചു. കുറച്ചാൾ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ 4 കോടി എന്നുള്ളത് 500. ഓർത്ത് നോക്കി ആരിൽ ആശ്രയിച്ചത്? മെഡിക്കൽ സയൻസിൽ ആശ്രയിച്ചു. മെഡിക്കൽ സയൻസ് കൈവിട്ടു. അതുകൊണ്ടായിരുന്നു 0.01 എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ വൈറസേ ഇല്ല. ഡോക്ടർ ഞെട്ടിപ്പോയി. നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയും. നമ്മുടെ ദൈവത്തിൻ്റെ ട്രെമൻഡസ് പവർ എന്താണെന്ന് തിരിച്ചറിയും. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഈ അറിവാണ്. നമ്മുടെ ഈ ലിമിറ്റഡ് നോളജ് ഉണ്ടല്ലോ, നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതും അല്ലെങ്കിൽ ജേർണൽസിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഈ അറിവുണ്ടല്ലോ, അതാണ് എപ്പോഴും വിശ്വാസത്തിന് എതിരായിട്ട് നമുക്ക് നിൽക്കുന്നത്, നമ്മൾ തടസ്സമായിട്ട് നിൽക്കുന്നത്. അറിവ് വേണ്ടെന്നല്ല കേട്ടോ, അറിവ് മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ അറിവെല്ലാം ഫാക്റ്റാണ്. പക്ഷെ അതിനപ്പുറത്ത് ട്രൂത്ത് ഉണ്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് മീ ബിക്കോസ് ഐ ആം ദ ക്രിയേറ്റർ. ഐ നോ ഹൗ ടു മെയിൻറ്റെയിൻ. നമ്മൾ ഏത് വാഹനം എടുത്താലും എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ചാൽ ചിലപ്പോൾ അവരോട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വി ടേക്ക് ഇറ്റ് ടു ദ മാനുഫാക്ചറിംഗ് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി അതിൻ്റെ ആ കമ്പനി കൊണ്ടുകഴിഞ്ഞാൽ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളുണ്ട്. പറ പിന്നെന്താ കർത്താവിനെ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട്? കർത്താവിനേക്കാൾ ഉറപ്പ് നമുക്ക് എപ്പോഴും മെഡിക്കൽ സയൻസിലോട്ട് വന്നതെന്നൊന്ന് ചിന്തിച്ചു പോകുന്നത്. കർത്താവ് എടാ ഞാനാ സൃഷ്ടാവ്. നമ്മുടെ ശരീരം എത്ര കോംപ്ലിക്കേറ്റഡാണ് ചിന്തിച്ചിട്ടുണ്ടോ? അതാരാ സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചാണ്. അതിൻ്റെ പരിപാലിക്കാൻ ദൈവത്തെ അറിയത്തില്ലേ? ഞാൻ മെഡിക്കൽ സയൻസ് മോശമാണെന്നില്ല, ദൈവം പറഞ്ഞിട്ടുണ്ട് രോഗിക്ക് വൈദ്യനെ ആവശ്യമാണ്. ഐ എഗ്രി ടോട്ടലി വിത്ത് ഇറ്റ്. ഞാൻ പലതിനും മെഡിസിൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് അതിന് പറ്റിയായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നീ അതിനല്ല ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെ വിശ്വസിക്കുന്നത്? പറ. മെഡിക്കൽ സയൻസിനാണോ കർത്താവിനെയാണോ? ക്രിയേറ്ററിനെയാണ് ക്രിയേഷനാണ് വിശ്വസിക്കുന്നത്? പറ. ഇതായിരുന്നു എൻ്റെ പ്രശ്നം. എല്ലാവരും എന്നോട് പറഞ്ഞ് ക്രിയേഷനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവം സൃഷ്ടിച്ച ആ ഒരു അറിവും മെഡിക്കൽ സയൻസ്. ദ ക്രിയേറ്റർ ഇപ്പുറത്ത് നിന്നിട്ട് പറയാം വേണ്ട അതിന് പോകണ്ട, നീ ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഏത് വിശ്വസിക്കണം? പറ. നമ്മൾ ഈ വാഹനങ്ങളൊക്കെ ലോക്കൽ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ ചില ടൂൾസൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഇതെല്ലാം അടിച്ച് പറിക്കുന്നതാണ്. അവർ വളരെ നിസ്സാരമായിട്ടാണ് ചെയ്യുന്നത്. അവസാനം ഇതാണ് കുളമാക്കും. അവസാനം നമ്മൾ സർവീസ് സെൻ്റർ ഓതറൈസ് സർവീസ് സെൻ്റർ ചെല്ലുമ്പോൾ ചോദിക്കും നിങ്ങളിത് എവിടെ കൊണ്ടുപോയത്? ഇതങ്ങ് കുളമായില്ല. നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നാൽ ഇത് നിസ്സാരമായിട്ട് ഈ പാർട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാറില്ല. ഇതുപോലല്ലേ പലപ്പോഴും നമ്മൾ സീക്ക് ഫസ്റ്റ് ഹിസ് കിങ്ഡം ആൻഡ് റൈച്ചസ്. ആദ്യം കർത്താവിനോട് ആലോചന ചോദിക്കുക. ഒരു ക്രൈസിസ് വരും, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? മെഡിക്കൽ സയൻസോട് പോകുമ്പോൾ പൊക്കോ, ധൈര്യമായിട്ട് വെക്കും. ബാക്കി കർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. ഹി ഈസ് ഗോയിങ് ടു ഹീൽ യു ത്രൂ ദാറ്റ്. ഇഫ് ഹി സേസ് നോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കസിൻ കുറച്ചാൾ മരുന്ന് കഴിയിട്ട് ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു നിന്റെ മരുന്നെടുത്ത് പുറത്തുള്ള കർത്താവ് പറഞ്ഞു. ചുമ്മാ സ്വന്തം ഒരു വികാരത്തിൽ കറിച്ചതല്ല, കർത്താവ് വ്യക്തമായിട്ട് അവനോട് പറഞ്ഞു നിന്റെ മരുന്ന് എടുത്ത് പുറത്ത്. അതിനെല്ലാം കൂടെ ചുറ്റിക്കെട്ടെടുത്ത് ദൂരെ കളഞ്ഞു. അത് കഴിഞ്ഞ് മരുന്ന് കഴിച്ചിട്ടില്ല. ഇപ്പോൾ വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞു വന്നു. എനിക്ക് പേഴ്സണലി അറിയാത്തതാണ്. ഈസ് മൈ റിലേറ്റീവ് ആൻഡ് ദ ഗേൾ ഈസ് ഓൾസോ ഫ്രം മൈ ചർച്ച്. പീട്രൂട്ടി മറിയായി അവർക്ക് നല്ലൊരു കുഞ്ഞു വന്നു. കർത്താവ് പറയാതെ മരുന്ന് ഉപേക്ഷിക്കില്ലേ? കർത്താവ് പറയാതെ സ്വന്തം ബുദ്ധിയിൽ വേറെ ആരുടെയും സാക്ഷ്യം കൊണ്ടുണ്ട് ഞാനും അങ്ങനെ ചെയ്തേക്കെന്ന് വിചാരിക്കില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങോട് കൂടി ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് ഉത്തരവാദിത്തം എടുത്തു. യു വിൽ നെവർ ലീവ് യു നോ ഫോർസേക്ക് യു. കാരണം കർത്താവിൻ്റെ വാക്ക് നമ്മൾ അറിഞ്ഞത് അല്ല, നമ്മുടെ തോന്നലിലല്ല, നമ്മുടെ വികാരത്തിലല്ല. നമ്മുടെ തോന്നലും വികാരവും തെറ്റും, പക്ഷെ കർത്താവിൻ്റെ വാക്ക് തെറ്റത്തില്ല. ആശ്രയിക്കും. കർത്താവ് അറിയില്ല.